ഇന്ന് ലോകം മുഴുവനും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തെ സംബന്ധിച്ചിട്ടാണ്. ചീറിപ്പായുന്ന മിസൈലുകളും ഡ്രോണുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധകാഹളം മുഴക്കുന്ന ഇറാന്റെയും ഇസ്രായേലിന്റെയും നേതാക്കളെയും ചുറ്റുപാടും ജീവനു വേണ്ടി നെട്ടോട്ടമോടുന്ന ജനങ്ങളെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് ആരാണ് തെമ്മാടി രാഷ്ട്രം എന്ന ചോദ്യം നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കണം. കാരണം ആ പദപ്രയോഗം ഉയർന്നു വന്നത് ഈ കേരളക്കരയിൽ നിന്നാണല്ലോ. ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണോ? ഇറാനിൽ നടക്കുന്നത് എന്താണെന്നും ഇസ്രായേലിൽ നടക്കുന്നത് എന്താണ് എന്നും സത്യസന്ധമായി നമ്മൾ ആരെ ആശ്രയിച്ചാലാണ് അറിയാൻ സാധിക്കുക എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. ഓരോ മാധ്യമങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിന് അനുസരിച്ചു മാത്രമായിരിക്കും അവർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും ഒക്കെ മാനിക്കാതെ സ്വന്തം ജനതയോട് പോലും ക്രൂരമായി പെരുമാറുന്ന ഭരണകൂടമാണ് ഇറാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആർക്കാണ് തെമ്മാടി രാഷ്ട്രം എന്ന പേര് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് എന്ന് കഴിഞ്ഞ കാലത്തെ ചില സംഭവങ്ങൾ കൊണ്ട് നമുക്ക് വ്യക്തമാണ്. ഒരു വശത്ത് നിലനിൽപ്പിനു വേണ്ടി സമരം ചെയ്യുന്ന ജൂതന്മാരാണ്, ഇസ്രായേലാണ്. വർഷങ്ങളായി തങ്ങളുടെ അതിർത്തികൾക്ക് പുറത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായി ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരവാദത്തിനെതിരായി ആ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ലോകമാസകലമുള്ള മനുഷ്യന് ഭീകരവാദത്തെ ഭയപ്പെടാതെ ജീവിക്കുന്നതിനു വേണ്ടി അവർ നടത്തുന്ന സൈനിക നടപടികൾ എന്താണ് എന്ന് മാനുഷിക പരിഗണന കൊണ്ട് ഈ വിഷയത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലോക ജനങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ മനുഷ്യത്വം തന്നെയാണ്. പലസ്തീൻ വിഷയത്തിലായിരുന്നാലും ഗാസയിലെ യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, മരണങ്ങൾ, ഇതൊക്കെ ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്ക് വലിയ രൂപത്തിൽ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്, സത്യസന്ധമായും കുറെ ഫാബ്രിക്കേറ്റഡ് ആയും. പക്ഷേ തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയും തങ്ങളുടെ രാഷ്ട്രവുമാണ് ഏറ്റവും പ്രധാനം എന്നാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ വാദം. അവർക്കൊരിക്കലും 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രപുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയോ ആരെയെങ്കിലും കൊല്ലാനോ അതല്ലെങ്കിൽ അവരെയൊക്കെ പരാജയപ്പെടുത്താനോ അടക്കി ഭരിക്കാനോ ഒന്നുമല്ല. ജൂതന്മാർക്ക് നിലനിൽക്കണം ആഭ്യന്തരമായി. ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനും തെരഞ്ഞെടുപ്പുകളിലൂടെ അവരുടെ സമ്മതിദാന അവകാശങ്ങളിലൂടെ അഭിപ്രായം രേഖപ്പെടുത്താനും ഒക്കെ അവസരമുണ്ട് എന്നത് അടിവരയിട്ട് മനസ്സിലാക്കണം. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് ഉണ്ട്, സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യങ്ങളുണ്ട്, ആരെയും അടിച്ചമർത്തിയിട്ടില്ല. മറുവശത്ത് ഇറാനാണ്. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് നേരെ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ കാരണങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ മുദ്രാവാക്യങ്ങൾ ഭീഷണിയാണോ അതോ സ്വന്തം ജനതയുടെ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണോ എന്നുകൂടി നമ്മളൊന്ന് ഓർത്തു വെക്കണം. ഇറാൻ ഭരണകൂടത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾ അതിർത്തിക്ക് പുറത്തല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. രാജ്യത്തിനകത്ത് ജനങ്ങളെ അടിച്ചമർത്തുകയും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുകയും ചെയ്യുമ്പോൾ പുറം ലോകത്ത് തങ്ങളുടെ ശക്തി കാണിക്കാൻ ശ്രമിക്കുന്ന ഇറാൻ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് ലോകം ശ്രദ്ധയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഈ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഉദാഹരണമായിരുന്നു 22-കാരിയായ മഹ്സാമിനിയുടെ കൊലപാതകം. ഇവർക്ക് മറ്റുള്ളവരെ കൊല്ലാനുള്ള ടെൻഡൻസിയാണ്. എല്ലാവരെയും അടക്കി ഭരിക്കാനുള്ള ഒരു അമിത ആവേശമാണ് ഇവരിലുള്ളത്. ഡെത്ത് ടു ഇസ്രായേൽ എന്നത് ഇറാനിലെ ആയത്തുള്ള അലി ഖൊമേനിയുടെ IRGCയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിൽ അയാൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ്. അതിന്റെ അർത്ഥം അവസാനത്തെ ജൂതനെയും കൊല്ലണമെന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് പ്രവാചകനും പഠിപ്പിച്ചത്. ഇത്തരം പൈശാചികമായിട്ടുള്ള, പിശാച് പോലും നമുക്കെതിരെ കേസ് കൊടുക്കും പൈശാചികം എന്ന് പറഞ്ഞാൽ, ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ആയത്തുള്ള ഖൊമേനിയെ ചെകുത്താന്റെ അവതാരം എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ചെകുത്താൻ ഇബ്രാഹിം നബി സ്വന്തം മകന്റെ തല എടുത്തിട്ട് സ്വർഗത്തിനു വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അത് ചെയ്യാൻ തയ്യാറായപ്പോൾ ചെയ്യരുത് എന്ന് പറഞ്ഞ പിശാചിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രക്തദാഹിയായിട്ടുള്ള, യുദ്ധക്കൊതിയനായിട്ടുള്ള ഖൊമേനി സ്വന്തം ജനതയെ പോലും കൊന്ന് അയാളുടെ ആഢ്യത്വവും
അടിച്ചമർത്തലും അടക്കി ഭരിക്കലും സ്വേച്ഛാധിപത്യവും നിലനിർത്തുകയാണ്. ഇറാൻ എന്ന രാജ്യമോ അവിടുത്തെ ജനതയോ അല്ല, അവിടുത്തെ ഭീകര ഭരണകൂടമാണ് അവസാനിക്കേണ്ടത്. അവസാനത്തെ ജൂതനെയും കൊല്ലണം എന്ന പ്രവാചകന്റെ മത ആഹ്വാനം അനുസരിച്ചിട്ടാണ് അവരിന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട്. എന്താ ആയത്തുള്ള ഖൊമേനി പറഞ്ഞത്? ഡെത്ത് ടു ഇസ്രായേൽ. സകല യഹൂദരെയും കൊല്ലണം. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം മുസ്ലിങ്ങളെ കൊല്ലണം എന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ജിഹാദി ആഹ്വാനം, 6-ാം നൂറ്റാണ്ടിന്റെ കിതാബായിട്ടുള്ള ഖുർആനിന്റെ ആഹ്വാനം, ഇന്നവർ യഹൂദരെ മുഴുവനും കൊല്ലണം എന്ന് പറഞ്ഞു. നാളെ അവർ ക്രിസ്ത്യാനികളെ മുഴുവനും കൊല്ലണമെന്ന് പറയും. മറ്റന്നാൾ അവർ ബഹുദൈവ വിശ്വാസികളാകുന്ന ഹിന്ദുക്കളെ കൊല്ലണമെന്ന് പറയും. അത് കഴിഞ്ഞാൽ ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരെ കൊല്ലണമെന്ന് പറയും. മതം വിട്ടവരെ കൊല്ലണമെന്ന് പറയും. ആ മുസ്ലിങ്ങൾ ആരും ഈ ലോകത്ത് വേണ്ട എന്ന് പറയും. അന്തിമമായിട്ടുള്ള ജിഹാദിന്റെ ആഹ്വാനമാണ് ഇപ്പോൾ ഖൊമേനി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇറാന്റെ ഇസ്ലാമിക് ഖലീഫേറ്റ് തകരണം. 1984 ആഗോള മാധ്യമങ്ങൾ ഇറാനെ വിളിച്ചത് സ്പോൺസർ ഓഫ് ടെററിസം എന്നാണ്. കാരണം ഇറാൻ, ഹിസ്ബുള്ള, ഗാസയിലെ പലസ്തീനിയൻ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഇറാഖ്, സിറിയ, ബഹ്റൈൻ, മിഡിൽ ഈസ്റ്റിലെ മറ്റിടങ്ങളിലെ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾ എന്നിവയ്ക്ക് പിന്തുണയും പരിശീലനവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രമാണ് ഇറാൻ. തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ നൽകാനും അതുമായി ബന്ധപ്പെട്ട രഹസ്യ പ്രവർത്തനങ്ങൾക്ക് പരിരക്ഷ നൽകാനും മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കാനും ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അവരുടെ കോഡ്സ് ഫോഴ്സ് ഉണ്ട്, IRGCയും QF ഉണ്ട്. ഇതിനെയൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഇറാഖ്, സിറിയ സംഘർഷങ്ങളിൽ IRGCയും QF-ന്റെയും ഒക്കെ പങ്കാളിത്തം ഇറാൻ തന്നെ പ്രത്യക്ഷമായി അംഗീകരിച്ചതാണ്. വിദേശത്ത് തീവ്രവാദ പ്രവർത്തനം വളർത്തുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമുള്ള ഇറാന്റെ പ്രാഥമികമായ ഒരു മെക്കാനിസമാണ് ഇത്തരം സംഘടനകൾ. 2019 സ്റ്റേറ്റ് സെക്രട്ടറി IRGC QF ഉൾപ്പെടെയുള്ള ഈ IRGCയെ ഒരു വിദേശ ഭീകര സംഘടനയായിട്ട് നിയമിച്ചതാണ്. ഹമാസ് തലവൻ പരസ്യമായി ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് എന്താണ്? ഇസ്രായേൽ തങ്ങളുടെ ആദ്യ ലക്ഷ്യം തുടരുകയാണ്. ഞങ്ങൾ ലോകം മുഴുവനും ഇസ്ലാമിക ഭരണത്തിൽ കൊണ്ടുവരുമെന്ന് തന്നെയല്ലേ? അതായത് ഹമാസ് ലക്ഷ്യമിടുന്നത് ആഗോള ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്. ഹമാസിന്റെയും ഇറാനിലെ ആയത്തുള്ള ഖൊമേനിയുടെയും ഇസ്ലാമിക ഭരണകൂടത്തിന്റെയും ആദ്യത്തെ ലക്ഷ്യം മാത്രമാണ് ഇസ്രായേൽ എന്നതാണ് സത്യം. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ ഇവർക്കെല്ലാം വേണ്ടുന്ന പണവും ആയുധവും പരിശീലനവും നൽകുന്നത് ഇറാനാണ്. കാരണം ഇത് ഇസ്രായേലിന്റെ 100-ാം വാർഷികത്തിന് മുമ്പായി അന്തിമ ജിഹാദ് നടത്തി ഇസ്രായേലും സർവ്വലോകവും ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള 3-ാം ലോക മഹായുദ്ധമാണ് ഇറാൻ ഫോക്കസ് ചെയ്യുന്നത് എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്നതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നത്. ഹമാസിന്റെ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പിന്തുണച്ചുകൊണ്ട് അവരെ യുദ്ധത്തിനിറക്കുന്നത് ഇറാനിലെ ആയത്തുള്ള ഖൊമേനിയുടെ ഇസ്ലാമിക ഭരണകൂടമാണ്. അതുകൊണ്ട് ഇത്തരം തീവ്രവാദ ശക്തികൾ തകർന്നേ മതിയാകൂ. കാരണം അവർ മാനവരാശിയുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. 1983 ഇറാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുന്നു. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരു പാർട്ടി ഇവിടെ വേണ്ട എന്നായിരുന്നു അന്നവർ ആഹ്വാനം ചെയ്തത്. 1988 അവിടെയുള്ള സകല കമ്മ്യൂണിസ്റ്റുകളെയും ഇറാൻ കൂട്ടക്കൊല ചെയ്തു. കാരണം ജനാധിപത്യത്തിലും സ്വാതന്ത്ര്യത്തിലും ഇറാനിലെ മതഭരണകൂടം വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളും വിശ്വസ്ത ചിന്താധാരകളും വ്യത്യസ്തമായ ആശയങ്ങളും വിവിധ മതങ്ങളും എല്ലായിടത്തും പ്രവർത്തിക്കട്ടെ എന്നതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. പക്ഷേ ഇറാൻ മതഭരണകൂടം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ് മറ്റവരെയൊക്കെ തകർക്കണം, ഞങ്ങൾക്ക് മാത്രം നിലനിന്നാൽ മതി എന്ന ആശയത്തിന്റെ അടിസ്ഥാനം. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ ഇവർക്ക് പണം, ആയുധം, ട്രെയിനിങ്, വേണ്ടുന്ന രൂപത്തിലുള്ള ആയുധ പരിശീലനങ്ങൾ ഇതെല്ലാം ഇറാനിൽ നിന്നാണ് കിട്ടുന്നത്. അവസാനത്തെ ജൂതനെയും കൊല്ലണം, എന്നാലേ പ്രവാചകൻ പറഞ്ഞ അന്ത്യദിനം വരൂ എന്ന മതനിയമമാണ് ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. യഹൂദരെ മുഴുവനും കൊല്ലണം. മിഷ്കാത്തുൽ മസാബിഹ് എന്ന ഗ്രന്ഥത്തിൽ 5414 ബുക്ക് നമ്പർ 27 ഹദീസ് നമ്പർ 35 ഇതിനകത്തും ഈ മത ആഹ്വാനം തന്നെയാണ്. അവസാനത്തെ ജൂതനെയും കൊല്ലണം. ഇത് നടപ്പാക്കാനാണ് ഇറാൻ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇറാന്റെ ഈ ആശയം പ്രവാചകൻ പഠിപ്പിച്ചതാണല്ലോ. അതുകൊണ്ട് അവർ ഇറാനോടൊപ്പം നിൽക്കുന്നു. ഇറാനോടൊപ്പം നിൽക്കാൻ സാധിക്കാത്തവർ മൗനമായി ഇറാനെ പിന്തുണയ്ക്കുന്നു. പക്ഷെ ഇസ്രായേലിന് ജയിച്ചേ മതിയാവൂ. ഇത് തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിലും ചെയ്യുമെന്ന് പറഞ്ഞത്.
സകല മുസ്ലിങ്ങളെയും കൊല്ലണമെന്നത് തന്നെയല്ലേ അവരുടെ ആഹ്വാനം. അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്തിനാണ്? വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് ആ മുസ്ലിങ്ങളോട് പറഞ്ഞത് എന്തിനാ? നിന്നെയൊക്കെ കൊല്ലുമെന്ന് തന്നെയാണ്. ഇന്ത്യൻ മണ്ണിൽ ഇസ്ലാമിക രാഷ്ട്രം പണിയുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പോപ്പുലർ ഫ്രണ്ടിന്റെ 2047 മിഷൻ എന്തായിരുന്നു? ഇന്ത്യ 2047 എന്ന ഡോക്യുമെന്ററികളിലൊക്കെ പറഞ്ഞു വെച്ചത് അത് തന്നെയാണ്. അതാണ് അവർക്കെതിരെ കേസിന് പോകാനുണ്ടായ സാഹചര്യം തന്നെ. കാരണം പോപ്പുലർ ഫ്രണ്ട് എന്താണ് ഇന്ന് SDP അറിയാം, SDP എന്താണെന്ന് പോപ്പുലർ ഫ്രണ്ടിന് അറിയാം, ഇവർക്കറിയാം ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന്. ഇവർക്കകത്ത് തന്നെയുണ്ട് ഇവർക്ക് ഒരുപാട് ഭിന്നതകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും. 2021 ഈ പോപ്പുലർ ഫ്രണ്ടിനെ എതിർത്ത എല്ലാവരെയും ഇവർ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു ഹിറ്റ് ലിസ്റ്റ് ഇട്ടു. ആ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നൊന്നായി ഇവർ പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ബാൻ ചെയ്യുകയാണ് ചെയ്തത്. ആദ്യം തന്നെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു വെച്ചില്ലേ ഇസ്ലാമിക രാഷ്ട്രമാണ് അവരുടെ ലക്ഷ്യമെന്ന്. ഇത് തന്നെയല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും ISIS ആണെങ്കിലും ലഷ്കർ-ഇ-തൊയ്ബ ആണെങ്കിലും SDP ആണെങ്കിലും ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താ? മതരാഷ്ട്രമാണ്. അതല്ലാത്ത ആളുകളെയൊക്കെ അറബിക്കടലിൽ താഴ്ത്തുമെന്ന് തന്നെയാണ് അവരുടെ വാദം. അത് ഇന്ത്യൻ മണ്ണിൽ നടപ്പാക്കാൻ ഇവർ ഇറങ്ങി തിരിച്ചാൽ അവരെ എന്താണ് പ്രതിരോധിക്കുക എന്ന് നരേന്ദ്രമോദി കാണിച്ചു കൊടുത്തു. അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ ആകാശപാതകൾ തുറന്നു നൽകിയതും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയതും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തന്നെയാണ്. കാരണം ആയത്തുള്ള ഖൊമേനിയാണ് ലക്ഷ്യം. അന്തിമ ജിഹാദിലൂടെ വിശാലമായ ഇറാനിയൻ ഇസ്ലാമിക് കലിഫേറ്റ് ആണ് ഖൊമേനി ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെ ഇറാൻ ഖത്തറിലെ അമേരിക്കൻ ബേസിനെതിരെ മിസൈലുകൾ വർഷിച്ചിരുന്നു എന്ന് കേട്ടില്ലേ? അതോടുകൂടി ഇറാനെതിരെ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നാകെ തിരിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇറാൻ ഇസ്രായേലിൽ മിസൈലുകൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. ആ ആക്രമണത്തിൽ ഇസ്രായേലിൽ നിരവധി പേര് മരിച്ചു. ഇറാന്റെ ലക്ഷ്യം അവസാനത്തെ ജൂതന്റെ മരണമാണ്. അതുകൊണ്ട് ജൂതന്മാരെ മുഴുവനും കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടവും ഇസ്ലാമിക് കലിഫേറ്റും അവസാനിക്കണം. ഇതേ ലക്ഷ്യം വെച്ച് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടും SDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാം മത രാഷ്ട്രവാദക്കാർ മുഴുവനും അവസാനിച്ചേ മതിയാകും. നന്ദി.